ഹായ്. അപ്പോൾ ഞാനപ്പോൾ ഇന്നലെ ഫാറ്റി ലിവർ 100% കൂടിയിട്ട് നമുക്ക് വേരോടെ അത് മാറ്റാമെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ബാലൻസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും എണീറ്റ് കഴിയുമ്പോൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് വെച്ചാൽ നടക്കുക, നന്നായിട്ട് നടക്കുക. ഒരു മിനിമം ഒരു 8 കിലോമീറ്റർ എങ്കിലും നടന്നിരിക്കണം, മിനിമം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കാം, കുഴപ്പമില്ല. പക്ഷേ എന്നാലും മിനിമം 8 കിലോമീറ്റർ മസ്റ്റാണ്. ഞാൻ പറഞ്ഞ ആ വ്യക്തിയിലെ ആ വ്യക്തി എല്ലാ ദിവസവും 8 കിലോമീറ്റർ നടക്കുമായിരുന്നു. എന്ന് വെച്ചാൽ കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ മേത്തുനിന്ന് വെള്ളം ഒഴുകില്ല. അതേപോലെ മറ്റേ ബനിയനൊക്കെ ആണെങ്കിലല്ലേ നനഞ്ഞിരിക്കും, നമുക്കിങ്ങനെ പിഴിഞ്ഞ വെള്ളം വരും. അത്രയും വേർത്ത് കുളിച്ച്, തലയൊക്കെ വേർത്ത് കുളിച്ചിരിക്കും, അത്രയും നടക്കുമായിരുന്നു. നടത്തം വേണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞ മറ്റേ സംഭവങ്ങളുണ്ടല്ലോ, പാല്, മുട്ട, അങ്ങനെ എന്തെങ്കിലും. പിന്നെ വേറെ എന്തൊക്കെ കഴിക്കാമെന്ന് ഓരോരുത്തരും ചിന്തിക്കാനുണ്ടാവില്ല. ഗോതമ്പ് ദോശ, ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തി, ആലു പൊറോട്ട, ബോൾഡ് വെജിറ്റബിൾസ്, പിന്നെ വേണമെങ്കിൽ മുളപ്പിച്ച പയർ. ഇപ്പോൾ പയർ ഐറ്റംസ് വേറെ ഉണ്ടല്ലോ, വേണമെങ്കിൽ മിക്സഡ് ആയിട്ട് അങ്ങനെയും ആക്കാം. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഈ മറ്റേ മുളപ്പിച്ച പയറുണ്ടല്ലോ, അത് ഇപ്പം ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണേണ്. ഏത് പയറാണോ എടുക്കണമെന്ന് വെച്ചാൽ ആ പയർ നന്നായിട്ട് കഴുകിയിട്ട് ഒരു ദിവസം മുഴുവനും വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതായത് ഇപ്പം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ചെടുത്താൽ മതി. ആ വ്യക്തിക്ക് മാത്രം കഴിക്കാനാണെങ്കിൽ അതിന് മാത്രം എടുത്തത് കുറച്ച് ഇത്രത്തോളം മതി. അതെടുത്തിട്ട് അതൊരു പാത്രത്തിൽ, രാത്രി കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ ഒരു പാത്രത്തിൽ ആ പയറിട്ട് വെച്ച് അത് മുങ്ങണ വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് മൂടി വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മളത് കഴുകിയിട്ട് ഒരു നല്ല തുണിയിൽ, അതിനായിട്ട് നമ്മൾ കഴുകി വെച്ച ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് ആ തുണിയിൽ നമ്മൾ ഇത്തിരി വീതിയുള്ള തുണിയായിരിക്കണം. അപ്പം ഞാൻ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ടർക്കിയാണ്. ഒരു ചെറിയ ടർക്കി ഉണ്ട് എൻ്റെ കയ്യിൽ. ആ ടർക്കിയിലോട്ട് കുറച്ച് പയറെടുത്ത് ആദ്യം ഇടും, എന്നിട്ട് അതിനെ ഫോൾഡ് ചെയ്യും, ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ബാക്കിയും കൂടി പയർ ഇടും, പിന്നെ ഇപ്പുറത്തോട്ട് ആക്കും. അങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ആക്കി അത് മൂടി വെക്കും. അതിൻ്റെ പൊക്കത്ത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി അവിടെ വെക്കും. അത് എല്ലാ ദിവസവും, അതായത് പിറ്റേ ദിവസവും നമ്മളതിങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് മുള വന്നിട്ടുണ്ടാവും. അതെടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ആവിയിൽ വേവിച്ചോ, അതല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഒരു ഇത്തിരി വെള്ളം, അധികം വേവിക്കാൻ പാടില്ല ഇതിന്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് വേണമെങ്കിൽ ഇത്തിരി സവാളയും വറ്റൽമുളകിൻ്റെ പൊടിയോ കുറച്ച് മഞ്ഞപ്പൊടിയും